ആപ്പിളിനെ ആപ്പിളാക്കിയ തലപ്പത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആപ്പിൾ വിട്ടു പോവുകയാണ്. സീനിയർ ആപ്പിൾ എക്സിക്യൂട്ടീവ്സ്, ഡിസൈനേഴ്സ്, എഞ്ചിനീയേഴ്സ്, എന്തൊരു ടിം കുക്ക് വരെ റിട്ടയർ ആവാൻ പോവുകയാണ്. സോ നോക്കിയയ്ക്കും ബ്ലാക്ക്ബെറിക്കും ഒക്കെ സംഭവിച്ചതുപോലെ ആപ്പിളിന്റെയും അന്ത്യം അടുത്തു. ആദ്യം എന്താണ് ആപ്പിളിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ എല്ലാവരുടെയും ഇഷ്ട വ്യക്തിയായിട്ടുള്ള ടിം അണ്ണൻ അഥവാ ടിം കുക്ക്, പുള്ളി ഇക്കൊല്ലത്തോടുകൂടി റിട്ടയർ ആവുകയാണ്. അതായത് ആപ്പിളിന്റെ CEO എന്നുള്ള പദവിയിൽ നിന്നും പുള്ളി പോവുകയാണ്. വർഷങ്ങളായുള്ള ആപ്പിളിന്റെ CFO അഥവാ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജെഫ് വില്യംസ്, പുള്ളി ഓൾറെഡി റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തു. ഇത്രയും കാലത്തെ ആപ്പിളിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജിന് പ്രധാനപ്പെട്ട കാരണക്കാരനായ അലൻ ഡൈ, ഈ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടതും ഈ ഒരു വ്യക്തിയാണ്. പുള്ളിനെ മെറ്റ തൂക്കിക്കൊണ്ടുപോയി. പുള്ളിനെ മാത്രമല്ല, പുള്ളിയുടെ ഫുൾ ഡിസൈൻ ടീമിനെയും മെറ്റ തൂക്കിക്കൊണ്ടുപോയി. ഇനി മെറ്റയുടെ കാര്യം അതിലും രസമാണ്. ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ഉണ്ടല്ലോ, ആ എഞ്ചിനീയറിനെ മെറ്റ ഹയർ ചെയ്തിട്ട് അയാൾക്ക് ടിം കുക്കിനേലും കൂടുതൽ സാലറി ഓഫർ ചെയ്തു. ഇതുകൂടാതെ ആപ്പിളിന്റെ AI ഓൾറെഡി പരിതാപകരമായിരിക്കുവാണ്. അതിന്റെ ഹെഡ്, റോബോട്ടിക്സിന്റെ ഹെഡായിരുന്നു. പുള്ളിനെയും മെറ്റ അടിച്ചുകൊണ്ടുപോയി. അതിലുപരി ഇക്കൊല്ലം OpenAI എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT, അവർ 2 ഡസൻ ആപ്പിൾ എഞ്ചിനീയർമാരെയാണ് അവിടെ ജോലിക്ക് എടുത്തേക്കുന്നത്. ആൻഡ് ഇവരൊക്കെ ആരായെന്നറിയോ? ഐഫോണിന്റെ UI ഉണ്ടാക്കുന്നവർ, ആപ്പിൾ വാച്ച് ഉണ്ടാക്കിയവർ, ക്യാമറ, ഓഡിയോ, ബേസിക്കലി ആപ്പിളിലുള്ള കോറായിട്ടുള്ള പല ആൾക്കാരെയും അടിച്ചുകൊണ്ടുപോയി. സോ വാട്ട് ഇസ് എ ബിഗ് ഡീൽ? ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഇന്ന് ഇത്രയും വാല്യൂ കിട്ടാൻ കാരണം അതിന്റെ പ്രൊഡക്ട്സ് കാരണമല്ല, ആ ആപ്പിൾ ഉണ്ടാക്കിയ ആൾക്കാർ കാരണമാണ്. ഇന്നും ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു മുഖമാണ് നമ്മുടെ സ്റ്റീവ് ജോബ്സ്. ഐഫോണിൻ്റെ ആ ഒരു ഐക്കോണിക് ഡിസൈൻ ചെയ്ത ജോൺ ഐവ്, പുള്ളി തന്നെയാണ് iMac ഡിസൈൻ ചെയ്തത്, ആപ്പിൾ വാച്ച് ഡിസൈൻ ചെയ്തത്. കുറച്ചു കാലം മുന്നേ പുള്ളിയും സ്ഥലം വിട്ടു. പുള്ളി ഇപ്പോൾ OpenAIയിലാണ് വർക്ക് ചെയ്യുന്നത്, പുതിയ AI ഹാർഡ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, ആപ്പിളിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് അത് കൊണ്ടുവന്ന ആപ്പിളിൻ്റെ മെയിൻ പുള്ളി ഇപ്പോൾ ആപ്പിളിൻ്റെ റൈവലായിട്ടുള്ള, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ റൈവലാകാവുന്ന OpenAI എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? പണ്ടത്തെ മാക്ബുക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ M സീരീസ് ചിപ്പ്, ആപ്പിൾ സിലിക്കൺ വരുന്നതിന് മുന്നേ ഇന്റൽ ആയിരുന്നല്ലോ മാക്കിൽ. ആ ഒരു ഇന്റലിൽ നിന്നും ആപ്പിൾ സിലിക്കണിലേക്ക് മാറിയപ്പോഴാണ് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് റെവല്യൂഷൻ ആപ്പിളിൻ്റെ സൈഡിൽ വന്നത്. അതായത് ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഒരു ചിപ്പിന് ഫാൻ ഇല്ലാത്തൊരു മെഷീനിൽ പോലും കൊണ്ടുവരാൻ പറ്റുമെന്ന് ആ ഒരു ആപ്പിൾ സിലിക്കൺ വന്നപ്പോഴാണ് മനസ്സിലായത്. ആ ആപ്പിൾ സിലിക്കണിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ ആയിട്ടുള്ള ജോണി സ്രൗജി, അറിയണോ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്നറിയില്ല, ബട്ട് ആ ഒരു പുള്ളി കാരണമാണ് M സീരീസ് ചിപ്പ്, M1, M2, M3, അതായത് ലാപ്ടോപ്പുകളുടെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ മാറ്റിമറിച്ച ആ ഒരു പുള്ളി ആ M സീരീസ് ചിപ്പ് ഡിസൈൻ ചെയ്ത സമയത്ത് ഇന്റൽ വരെ ഞെട്ടി. എന്നിട്ട് പുള്ളിക്ക് ജോബ് ഓഫർ കൊടുത്തു. ആൻഡ് ആ ഒരു ജോബ് ഓഫറിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇന്റലിൻ്റെ CEOനെക്കാളും കൂടുതലാണ് ഓഫർ ചെയ്തത്. അങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, പുള്ളി പോലും ആപ്പിൾ വിടാൻ പോവുകയാണ് എന്നാണ് കേട്ടത്. ഇത്രയും കാലവും ആപ്പിൾ ലാപ്ടോപ്പ് സെക്ഷനിൽ സമാധാനമായിട്ടിരിക്കുന്നത് ഈ ഒരു M സീരീസ് ചിപ്പ് വന്നേ പിന്നെയാണ്. അതുണ്ടാക്കിയ ഒരു മെയിൻ പുള്ളി വേറൊരു കമ്പനിയിൽ പോയി അതിലും ബെറ്റർ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആപ്പിളിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഹോണസ്റ്റ്ലി ഒരു കാര്യം പറയാം, പഴയ ആപ്പിൾ അല്ല ഇപ്പോഴത്തെ ആപ്പിൾ. ആ ഒരു 2007 മുതൽ 2015 കാലഘട്ടത്തിലുണ്ടായ ആ ഒരു ആപ്പിൾ അതല്ല ഇപ്പോഴത്തെ ആപ്പിൾ. പണ്ടൊക്കെ നല്ല റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഒരു ഡെയറിങ് ആയിട്ടുള്ള ആപ്പിൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു കോപ്പി അടിക്കും. പക്ഷെ അവരായിരിക്കും അത് കൊണ്ടുവരണേ, അത്ര പോളിഷ്ഡ് ആയിട്ടായിരിക്കും സാധനം എത്തിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആപ്പിളിന് ഒരു ഡൗട്ടായി. ഒന്ന് ആലോചിച്ച് നോക്കും, പണ്ട് iOS 7 ഇറങ്ങിയ സമയത്ത് ഡിസൈൻ ലാംഗ്വേജ് മാറ്റിയപ്പോൾ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു. ഇത് പണ്ടത്തെ ആയിരുന്നു നല്ലത്, മറ്റേ സ്കിയോമോർഫിക് ഐക്കൺസ് ആയിരുന്നു നല്ലത്, പോരാന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നെ ആൾക്കാർ അത് ആപ്റ്റ് ചെയ്തു. ഇപ്പം ലിക്വിഡ് ഗ്ലാസ് വന്നപ്പോൾ നല്ല ക്രിറ്റിസിസം അതേപോലെ കിട്ടി. പക്ഷേ ഇപ്പം എന്താ, ഈ ബീറ്റ വെർഷനിൽ നോക്കുമ്പോൾ ലിക്വിഡ് ഗ്ലാസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, ടിൻറ്റഡ് വേണോ ലിക്വിഡ് ഗ്ലാസ് വേണോ, അതായത് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഏത് ഇതിൽ മുന്നോട്ട് പോകുമെന്ന്. ആ ഒരു സിറ്റുവേഷനിലെത്തി. ഞാൻ iPhone 12 ശേഷം iPhone 13 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, ഇതൊക്കെ കാണാൻ ഒരുപോലെയായിരുന്നു. ഇപ്പോൾ 16 17 ഇതും ഒരേപോലെയാണ്. ആ ഒരു റിസ്ക് ടേക്കിംഗ് ഇല്ല. ഇപ്പോൾ കുറച്ച് സേഫർ സൈഡിലാണ് കളിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് മെറ്റയാണെങ്കിൽ വാരിക്കോരി പണം എറിയുകയാണ്. ആപ്പിളിൻ്റെ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നു. AIക്ക് വേണ്ടി അവന്മാർ ഇല്ലാത്ത പരിപാടികളെല്ലാം എടുക്കുന്നുണ്ട്. സോ മെറ്റ AIൻ്റെ ഭാഗത്തും ഹാർഡ്വെയറിൻ്റെ ഭാഗത്തും ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ മെയിൻ ഡിസൈൻ്റെ ആളായിട്ടുള്ള ജോൺ ഐവിനെ OpenAI കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഹാർഡ്വെയർ വേറെ അവരുണ്ടാക്കുന്നു. മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ അവർ കോപ്പൈലറ്റ് സകലമാന സാധനങ്ങളിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. മറുഭാഗത്ത് ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ ജെമിനൈ, ആ ഒരു സാധനം ഇല്ലാത്ത ഒരു സ്ഥലമില്ല എന്നുള്ള രീതിയിലാക്കി. ആപ്പിൾ വരെ ഇപ്പോൾ ഗൂഗിൾ ജെമിനയുടെ പുറകിലാണ് AIക്ക് വേണ്ടി. ആൻഡ് ആസ് യു നോ, ആപ്പിൾ ഭയക്കുന്ന ഏറ്റവും വലിയ സംഭവം AI തന്നെയാണ്. കാരണം അവർ ആ ഒരു റേസിൽ പിന്നോട്ട് പോയി. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പല ഇൻ്റർവ്യൂസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിലും മനസ്സിലാവും, ദേ വെയർ ജസ്റ്റ് ലേറ്റ് ടു ദ ഗെയിം. ബാക്കി എല്ലാവരും വേ ഹെഡായി. ആൻഡ് അവർക്ക്
പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. അതുകൊണ്ട് ആ ഒരു AI റേസിൽ ആപ്പിളിന് പൊരുതി ജയിക്കാൻ പാടാണ്. അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇത്രയും അധികം ആൾക്കാർ ആപ്പിളിനെ വിട്ടു പോകുന്ന ഈ ഒരു വാർത്തയും വരുന്നത്. സോ ഇത്രയും ലോയലായിട്ടുള്ള ആപ്പിളിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ആപ്പിൾ വിട്ടു പോകുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് സിമ്പിൾ. AI എന്ന് പറയുന്നൊരു ഗോൾഡ് മൈനാണ്. ഇപ്പം ചാടി കാശ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ പറയുക, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയില്ലേ, ഇപ്പം ആരാണോ കുതിച്ചു വാങ്ങുന്നത് അവരെ വെട്ടിക്കാൻ പാടുപെടും. ഓൾസോ ജോൺ ഐവ് പോയ പിന്നെ ആപ്പിളിന് ആ ഒരു വിഷണറി എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി ഫങ്ഷണൽ എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഡിസൈൻ മാറി. ആപ്പിളിൻ്റെ M സീരീസ് ചിപ്പ് വന്നേ പിന്നെ ആപ്പിൾ ഭയങ്കര കംഫർട്ടബിളായി, എക്സ്പെരിമെൻറ്റേഷനൊക്കെ നിർത്തി ഇത് കൊണ്ട് കുറച്ച് കാലം ഓടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായി. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരുടെയും മെയിൻ തരംഗമായിട്ടുള്ള ടിം അണ്ണൻ അഥവാ ടിം കുക്ക് വിട്ടു പോവുകയാണ്. ഇപ്പോൾ ഒരു CEO, ഒരു വിഷണറി, പുള്ളി ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുടെ ഹെഡായിട്ടാണ്. മീൻസ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല. ബട്ട് പല ആപ്പിൾ വാച്ചും അതേപോലെ പല സാധനങ്ങളുടെയും പിന്നിൽ ഈ ഒരു ടിം കുക്കിൻ്റെ തലയുണ്ട്. പുള്ളി വന്നേ പിന്നെയാണ് വന്നത്. അങ്ങനെ ഒരു പുള്ളി ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു CEO പോയാൽ പിന്നെ എന്താണ് അവസ്ഥ എന്നറിയാതെ ആ ഒരു ഇതിൽ കുറേ ആൾക്കാർ അങ്ങനെ വിട്ടുപോകും. ഇനി പുതിയ CEO എങ്ങനെയാണ് ഈ ഒരു കമ്പനീനെ കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള ഡൗട്ടിൽ. സോ ഫൈനലി ഈസ് ദിസ് ദ എൻഡ് ഓഫ് ആപ്പിൾ എന്ന് ചോദിച്ചാൽ, ആപ്പിൾ ഒരു വൾണറബിൾ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഒരു $1 ട്രില്യൺ കമ്പനിയാണ്. ഇഷ്ടം പോലെ പൈസയുണ്ട്. കാശ് കയ്യിലില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് പൈസയുണ്ട് റിസർവായിട്ട്. ആൻഡ് ഓൾസോ ആപ്പിൾ ഓൾറെഡി മില്യൺസ് ഓഫ് ആൾക്കാർ അവരെ യൂസേഴ്സായിട്ട് എടുത്തു കഴിഞ്ഞു. ആ ഒരു ഈക്കോ സിസ്റ്റത്തിൽ ലോക്കായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് ആ ഒരു ഈക്കോ സിസ്റ്റം കാരണം ആപ്പിൾ വിട്ടു പോകാൻ പറ്റാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈവന്തോ ആ ഒരു ഈക്കോ സിസ്റ്റം പൊട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ ഗൂഗിൾ കണ്ടില്ലേ, Pixel 10 സീരീസിലുള്ള ഫോണുകൾ വെച്ച് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അവർ ഈക്കോ സിസ്റ്റത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഈക്കോ സിസ്റ്റം ബ്രേക്ക് ചെയ്യാനായിട്ട് കോമ്പറ്റീറ്റേഴ്സ് നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആസ് ലോങ് ആസ് അത് മുഴുവനായിട്ട് ബ്രേക്ക് ആവാത്തിടത്തോളം കാലം തൽക്കാലത്തേക്ക് ആപ്പിൾ ഈസ് സേഫ്. ആൻഡ് ആ ഒരു ഗ്ലോബൽ പ്രസൻസ്, ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ മെൻറ്റാലിറ്റി, അതൊന്നും അങ്ങനെ ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് പോകില്ല. പക്ഷെ അവരുടെ ആ ഒരു വിഷൻ അതാണ് ഇപ്പോൾ പോയത്. പണ്ടത്തെ ആ ഒരു ആപ്പിൾ അല്ല ഇപ്പോഴത്തെ ആപ്പിൾ. ആ ഒരു ചിന്താഗതി മാറി, ഫങ്ഷണാലിറ്റി മാറി, ഡിസൈൻ ലാംഗ്വേജ് മാറി. ഇപ്പോൾ തന്നെ iOS-ലുള്ള ബഗ്സ്, പണ്ട് ഐഫോൺ എന്ന് പറഞ്ഞാൽ ബഗ്ഗില്ലാത്ത ഫോൺ എന്ന് പറയുകയാണ് പറഞ്ഞു നടന്നത്. ഇപ്പോൾ ബഗ്ഗേ ഉള്ളൂ. സോ ഇനി വരാൻ പോകുന്ന CEO-യുടെ കയ്യിലാണ് എല്ലാം. അടുത്ത 2-3 വർഷത്തിൽ ഇനി വരുന്ന CEO ആപ്പിളിനെ ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിലിരിക്കും ആപ്പിൾ. നോക്കിയോ ബ്ലാക്ക്ബെറി ആവോ അതോ മുകളിലേക്ക് പോവോ എന്നുള്ളത്. സോ വാട്ട് യു തിങ്ക്? ആപ്പിൾ ഇപ്പോഴും കിങ് ആണോ അതോ ആപ്പിൾ ഈ ഒരു ഗെയിമിൽ തോറ്റുപോയോ? ആപ്പിളിൻ്റെ അവസാനം എത്തിയോ ഇല്ലയോ? കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ ഇത്തരത്തിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡിൽ നെക്സ്റ്റ് ടൈം, ബൈ.